നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നൊരു ഒത്തുതീർപ്പിന് തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ മുഴങ്ങിയ ആ ഒരു കാഹളം അഥവാ തീവ്ര ദേശീയവാദപരമായിട്ടുള്ള വമ്പുപറച്ചിലുകൾക്കൊക്കെ തന്നെ അപ്പുറം യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു നീക്കത്തിന് ട്രംപ് നിർബന്ധനായിരിക്കുന്നുവെന്ന് വേണം ഇതിലൂടെ കരുതാനായിട്ട്. എന്നാൽ ട്രംപിൻ്റെ വാക്കുകളെ എത്രത്തോളം വിശ്വസിക്കാം എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ശക്തമായ സൈനിക നടപടികൾക്ക് ഉത്തരവിടുകയും ചെയ്യുന്ന ട്രംപിൻ്റെ ആ ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനുള്ളിലെ ആശയക്കുഴപ്പമാണോ അതോ ബോധപൂർവമായിട്ടുള്ള തന്ത്രമാണോ എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അമേരിക്കയുടെ ആ ഒരു പ്രിഫറൻസുകൾ അഥവാ മുൻഗണനകൾ എന്താണെന്ന കാര്യത്തിൽ പ്രസിഡന്റിന് കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്ന വിമർശനം ഇപ്പോൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിദേശകാര്യ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അഥവാ സ്ഥിരതയോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയല്ല ട്രംപ്. നിരന്തരം തൻ്റെ ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ട് പരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി ഈ യുദ്ധമുഖത്തും വളരെ പ്രകടമാണ്. തൻ്റെ ഉപദേശകർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റാൻ അദ്ദേഹം ഒരുപക്ഷെ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. എങ്കിലും ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന് അന്ത്യം കുറിക്കാൻ ഇറാനുമായി ഒരു പുതിയ സമാധാന കരാറിന് അദ്ദേഹം നീക്കം നടത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഈ സമാധാന നീക്കങ്ങൾക്കായി ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരെയാണ് എന്നത് ശ്രദ്ധേയമാണ്. മരുമകൻ ജാരദ് കുഷ്ണർ, സ്റ്റീഫൻ വീറ്റ്കോഫ് എന്നിവരെ രഹസ്യ ചർച്ചകൾക്കായിട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ജനീവയിലേക്കും അതുപോലെ തന്നെ മസ്കറ്റിലേക്കും ഈ ദൂതന്മാരെയൊക്കെ തന്നെ അയച്ചത് വെറുമൊരു പ്രഹസനമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കരുതുന്നത്. തനിക്ക് യുദ്ധമല്ല മറിച്ച് സമാധാനമാണ് വേണ്ടതെന്ന് ട്രംപ് തൻ്റെ വിശ്വസ്തരോട് പറഞ്ഞതായിട്ട് അമേരിക്കൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ സമാധാന ചർച്ചയ്ക്ക് പിന്നിൽ മാനുഷിക പരിഗണനയേക്കാൾ ഉപരിയായി വ്യക്തമായ സാമ്പത്തിക താല്പര്യങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം വളർന്നതാണ് ട്രംപിനെ പെട്ടെന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചെല്ലാം കൈവിട്ടു പോയൊരവസ്ഥയാണ്. ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടായ കടുത്ത ആഘാതമാണ് ഇതിൽ ഏറ്റവും പ്രധാന ഘടകം. യുദ്ധം നീണ്ടുപോയാൽ ക്രൂഡ് ഓയിൽ ലഭ്യത കുറയുകയും ലോകമെമ്പാടും സാധനങ്ങൾക്ക് തീവിലയാവുകയും ചെയ്യും. ഒരു വലിയ ഉപഭോഗ രാജ്യമായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കും. ബാങ്കിങ് സംവിധാനങ്ങൾ, ഇൻഷുറൻസ് മേഖല, ഓഹരി വിപണി എന്നിവ തകർച്ച നേരിട്ടാൽ അത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ യുദ്ധത്തിൽ നിന്ന് മാന്യമായിട്ട് തലയൂരാൻ ലഭിക്കുന്ന ഏത് അവസരവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളൊക്കെ തന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ലക്ഷ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് മറ്റൊരു നിർണായക വശമെന്ന് പറയുന്നത്. ഇറാനിൽ പരമാവധി പ്രഹരം ഏൽപ്പിക്കണമെന്നും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായിട്ട് തകർക്കണമെന്നുമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ ഏതാണ്ട് സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി യുദ്ധം തുടരുന്നത് അത് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം വരുത്തിവെക്കും എന്ന് പെൻറ്റഗണും തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ളിലെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡിമോണ ആണവ നിലയത്തിന് സമീപമുള്ള നഗരങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടത് അത് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചങ്ങളിൽ വിള്ളലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിര കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫിലെ സുപ്രധാന മേഖലകളെയും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ കൂടുതൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ പ്രത്യാക്രമണം തുടരുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ തങ്ങൾ നേടിയ വിജയങ്ങൾ കൈക്കലാക്കി പിന്മാറുന്നതാണ് ഇപ്പോൾ ബുദ്ധിയെന്ന് ട്രംപ് ഒരുപക്ഷെ കരുതുന്നുണ്ടാകാം. അതുകൊണ്ടാണ് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന കർശനമായിട്ടുള്ള അന്ത്യശാസനം ട്രംപ് ഇവിടെ നൽകിയിരിക്കുന്നത്. അല്ലാത്തപക്ഷം ഇറാൻ്റെ ഊർജ്ജ ഉപാധികൾ തകർക്കുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തുകയുണ്ടായി. എന്നാൽ ഇത്തരം വലിയ വാക്കുകൾ യുദ്ധസമയത്ത് വെറും വീമ്പ് പറച്ചിലുകൾ മാത്രമായിട്ട് പലപ്പോഴും അവശേഷിക്കാറുണ്ട് എന്നതാണ് പതിവ്. ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ച വൈരുദ്ധ്യാത്മകമായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രത്തിലെ അവ്യക്തത ഇവിടെ വളരെ വ്യക്തമാണ്. കാരണം 2 ദിവസം മുൻപ് ഈ പാത ബലം പ്രയോഗിച്ച് തുറക്കുമെന്ന് പറഞ്ഞ ട്രംപ് പിന്നീട് പറഞ്ഞതാകട്ടെ തങ്ങൾക്ക് അവിടുത്തെ എണ്ണ ആവശ്യമില്ല എന്നാണ്. ചൈനയ്ക്കും ജപ്പാനും ഇന്ത്യയ്ക്കും വേണ്ടിയാണ് ഈ പാത തുറക്കേണ്ടതെന്നും അതുകൊണ്ട് ആ രാജ്യങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈ കഴുകുന്ന ഒരു ഭരണാധികാരിയെയാണ് അവിടെ ലോകം കണ്ടത്.
എന്നാൽ വീണ്ടും 10 മണിക്കൂർ മുൻപ് ഇതേ കടലെടുക്കിൻ്റെ പേരിൽ ഇറാനെതിരെ അന്ത്യശാസനം മുഴക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലെ വിശ്വാസ്യതയെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ട്രംപിനെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ യുദ്ധം വ്യാപിക്കുന്നതിൽ വലിയ ആശങ്കയിലാണ്. എണ്ണ സംഭരണശാലകൾ നിറഞ്ഞു കവിഞ്ഞതോടെ എണ്ണ ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ. ഗൾഫ് സമ്പദ് വ്യവസ്ഥ തകർന്നാൽ അത് അമേരിക്കയെയും ബാധിക്കുന്നതാണ്. പുറമേക്ക് അമേരിക്കയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മേൽ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ രഹസ്യ നയതന്ത്ര നീക്കങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് എത്തുന്നില്ലെങ്കിലും ട്രംപിൻ്റെ തീരുമാനങ്ങളിൽ ഇവയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ അതായത് പ്ലാന്റുകൾ, പ്രധാനമായിട്ടും ഈ കടൽവെള്ളമൊക്കെ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ഉൾപ്പെടെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതാകട്ടെ മേഖലയിലെ കുടിവെള്ള വിതരണത്തെ ബാധിക്കുമെന്നതിനാൽ തന്നെ വലിയൊരു മാനുഷിക ദുരന്തത്തിന് വഴിമാറുന്നതാണ്. യുദ്ധ സാഹചര്യമായതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇറാൻ്റെ ഈ ഒരു ഭീഷണി ഇവിടെ തള്ളിക്കളയാനാവില്ല. സമാധാനത്തിൻ്റെ ഒരു സ്വരം കേൾക്കുമ്പോഴും ഇസ്രയേൽ ഈ നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കും അതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അമേരിക്ക യുദ്ധം നിർത്താനായിട്ട് തയ്യാറായാലും ഇസ്രയേൽ തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി മാറും. ഇറാൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന 3 ഡിമാൻഡുകൾ അമേരിക്കയെയും ഇസ്രയേലിനെയും സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമതായിട്ട് ഇറാൻ്റെ പരമാധികാരം പൂർണ്ണമായിട്ട് അംഗീകരിക്കണം. രണ്ടാമതായിട്ട് ഇനി ഒരാക്രമണം ഉണ്ടാവില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം. മൂന്നാമതായിട്ട് യുദ്ധത്തിൽ തങ്ങൾക്ക് ഉണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഇറാൻ്റെ ഉള്ളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക മേഖലയും തകർത്തതിന് പകരമായിട്ട് വലിയൊരു തുക അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയോ ഇസ്രയേലോ ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ താൽക്കാലികമായ വെടിനിർത്തലെങ്കിലും അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. പലപ്പോഴും താൽക്കാലികമായ വെടിനിർത്തലുകൾ മറ്റൊരു വലിയ യുദ്ധത്തിന് മുൻപുള്ള ശാന്തത മാത്രമായിട്ട് മാറാറുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ ഇഷ്യൂസൊക്കെ തന്നെ അവിടെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനം അത് ഇസ്രയേൽ ഫലസ്തീൻ തർക്കമാണ്. സമാന്തരമായി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയും ഇസ്രയേലിനെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി സമാധാനം പുലരുകയുള്ളൂ. ഹൂതികളെയും ഹമാസിനെയും പോലെയുള്ള ശക്തികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ വളയാൻ ഇറാൻ ശ്രമിക്കുന്നത് ഈ അടിസ്ഥാന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആണവ വിഷയത്തിലും വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ ആണവശേഷിയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേലിലെ ആണവ നിലയങ്ങളിൽ IAEA ഇൻസ്പെക്ഷൻ നടത്തണമെന്നുള്ള ആവശ്യവും ഇറാൻ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആ മേഖലയിലെ പ്രധാന ശക്തികളായിട്ടുള്ള ഇറാൻ, സൗദി അറേബ്യ, ഇസ്രയേൽ എന്നിവർ ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രാദേശിക സമാധാന കരാറിൽ ഏർപ്പെടുക എന്നതാണ് ഇവിടെ പോംവഴി. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ പലപ്പോഴും സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്കറിയാം, ട്രംപിൻ്റെ നയതന്ത്ര ചരിത്രമൊക്കെ തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് തിരുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എതിർ കക്ഷിയെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ട്രംപാണ് ഇപ്പോൾ സമാധാന ദൂതന്മാരെ അയച്ചിരിക്കുന്നത്. ഈ വൈരുദ്ധ്യം അത് ട്രംപിൻ്റെ ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധം അത് അമേരിക്ക എത്രത്തോളം ഇനി മുന്നോട്ട് പിന്തുണ നൽകണമെന്ന കാര്യത്തിൽ പോലും വാഷിങ്ടണിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കൻ സൈനികരെയോ അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയോ ഹോമിക്കാൻ കഴിയില്ലെന്ന ചിന്ത ട്രംപിലും അദ്ദേഹത്തിൻ്റെ അനുയായികളിലുമൊക്കെ തന്നെ ഇപ്പോൾ ശക്തമാണ്. ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അമേരിക്കൻ ജനതയ്ക്കും ഇതിന് ഉത്തരം നൽകേണ്ടി വരും. ഇന്ധനവില കൂടുന്നതും ആഗോള വിപണിയിലൊക്കെ തന്നെ ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നതുമൊക്കെ തന്നെ അമേരിക്കൻ വോട്ടർമാരെ ട്രംപിനെതിരെ തിരിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഡീൽ മേക്കർ എന്ന തൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇറാനുമായിട്ടൊരു ഉടമ്പടിയിലെത്താൻ ട്രംപ് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഈ നീക്കത്തിൽ പങ്കാളിയാക്കുക എന്നത് അത് വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു വെല്ലുവിളിയായി തുടരും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വലിയൊരു വഴിത്തിരിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രംപിൻ്റെ സമാധാന നീക്കങ്ങൾ ആത്മാർത്ഥമാണോ അതോ സമയം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് പോലും വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നതാണ്. ചർച്ചകൾ പരാജയപ്പെടുകയും അതോടൊപ്പം തന്നെ ഹോർമസ് കടലിടുക്കിൽ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്താൽ അത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന വലിയൊരു വിപത്തായിട്ട് മാറുന്നതാണ്. സമാധാനത്തിനുള്ള വാതിലുകൾ തുറന്നിടുകയും അതേസമയം തന്നെ യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഈ ഒരു സങ്കീർണ അവസ്ഥ അതാകട്ടെ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ തുടരുകയാണ്.